നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ടേക്ക് എ ബ്രേക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനും ശുചിമുറികൾ ഉപയോഗിക്കുന്നതിനുമായുള്ള സൗകര്യങ്ങൾ, പാർക്കിംഗ്, വൈഫൈ, ഇലക്ട്രിക് ചാർജിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നത്. പൊന്നാനി പാലക്കാട് പാതയോട് ചേർന്ന് കൂറ്റനാട് ആലമ്പറമ്പിലാണ് പുതിയ കെട്ടിടമുയരുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2024-25, 25-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വിനിയോഗിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായി. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ A കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിഭ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളിയേക്കൽ ബാവ K ഷംസു, TK വിജയൻ, സെക്രട്ടറി KK ചന്ദ്രദാസ്, GEO K രമ തുടങ്ങിയവർ സംസാരിച്ചു. എന്താണ് സ്ത്രീകൾ ചെയ്യുക, എത്ര ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അതുവരെ ആരും ഗൗരവമായിട്ട് പരിഗണിച്ചിരുന്നില്ല. പുരുഷന്മാർ പലരും പല നിലയ്ക്ക് കാര്യം സാധിക്കുമായിരുന്നു. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാനാവില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ടേക്ക് എ ബ്രേക്ക് എന്നൊരാശയം വരുന്നത്. കഴിഞ്ഞ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് അങ്ങനെ പ്രഖ്യാപനം ബജറ്റിൽ നടത്തി. തദ്ദേശ സ്ഥാപനങ്ങൾ അത് ഏറ്റെടുത്തു. ഇന്നിപ്പോ 1872 ഉണ്ട്. മിക്കവാറും എണ്ണത്തിന്റെ നടത്തിപ്പ് കുടുംബശ്രീയെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു സംരംഭക മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ടേക്ക് എ ബ്രേക്കുകളെല്ലാം സംബന്ധിച്ചൊരു ആപ്പ് പുറത്തിറക്കുകയും ആ ആപ്പ് ഉപയോഗിച്ച് എവിടെയെല്ലാം ഇതുണ്ട് എന്ന ആളുകൾക്ക് അറിയാനുള്ള സൗകര്യം ഉണ്ടാവണം. കാരണം അല്ലെങ്കിൽ തിരഞ്ഞു കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. എല്ലാം നമുക്കിപ്പോ പ്രൈം ലൊക്കേഷനിൽ കിട്ടണമെന്നില്ല. ഇതിപ്പോ റോഡിന്റെ അരികിലാണ്. അപ്പോ യാത്രക്കിടയിൽ ഇത്തരം ആവശ്യങ്ങൾ ലോകത്ത് വിദേശ രാജ്യങ്ങളിൽ, പരിഷ്കൃത രാജ്യങ്ങളിലെല്ലാം ഉള്ള ഒന്നാണ്. നമുക്ക് ഇതൊക്കെ എന്തോ ഒരു മോശം കാര്യം എന്നാണ് ഉദ്ദേശിച്ചത്. എവിടെയെങ്കിലൊക്കെ നടത്തിയാൽ മതി എന്നതായിരുന്നു മുമ്പുള്ള ചിന്ത. അതൊരു അപരിഷ്കൃതമായിട്ടുള്ള ചിന്തയാണ്. മുതുതല പഞ്ചായത്തിന് സ്വന്തമായ കളിസ്ഥലം ഒരുങ്ങുന്നു. 1 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. മന്ത്രി V അബ്ദുറഹ്മാൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മുതുതല ഗ്രാമപഞ്ചായത്തിൽ പുതിയ മൈതാനം ഒരുക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകിയ 1 ഏക്കർ 16 സെന്റ് സ്ഥലത്താണ് ആധുനിക നിലവാരത്തിലുള്ള ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. ഗ്രൗണ്ട് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം 64 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ലഭ്യമാക്കിയത്. ഗ്രൗണ്ടിന്റെ നിർമ്മാണോദ്ഘാടനം കായിക മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. 6 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കളിസ്ഥലം നിർമ്മിക്കുവാൻ പഞ്ചായത്തുകൾ സ്ഥലം വാങ്ങുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കരുതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ ഇതിന് ആവശ്യമായ പണം നൽകുന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു മടിയുമില്ല. ആവശ്യമായ പണം നമുക്കുണ്ട് കായിക വകുപ്പിൽ എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ ജില്ലാ സ്റ്റേഡിയങ്ങളിലും ഓരോ ജില്ലയിലും ഒരു സ്റ്റേഡിയം നമ്മൾ നിർമ്മിക്കുന്നു. അത് ഇൻഡോർ സ്റ്റേഡിയങ്ങളാണ്. അവിടെ സ്വിമ്മിംഗ് പൂളുകളുണ്ട്, ഇൻഡോർ കോർട്ടുകളുണ്ട്, അനുബന്ധ സൗകര്യങ്ങളുണ്ട്, വിശാല മൈതാനം. ഏകദേശം 50 മുതൽ 55 കോടി രൂപയാണ് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് ഇപ്പോൾ നമ്മൾ ചെലവഴിച്ചു വരുന്നത്. ഇപ്പോൾ 8ഓളം ജില്ലകളിൽ അത്തരത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ് നമുക്കുള്ളത്. അതോടൊപ്പം കേരളത്തിൽ മലബാർ ഭാഗത്ത് ഒരു വലിയ ഫുട്ബോൾ സ്റ്റേഡിയം നമുക്കില്ല. കേരളത്തിൽ പൊതുവെ കൊച്ചിയിൽ മാത്രമാണുള്ളത്. മലബാറിൽ ഒരു സ്റ്റേഡിയം പണിയുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലൊരു സ്റ്റേഡിയം പണിയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 35 ഏക്കർ സ്ഥലം നമുക്ക് ലഭ്യമായിട്ട് അപ്പോൾ അവിടെ ആ സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി അതിന്റെ ഡിസൈനിങ്ങിനായി ഒരു 100 കോടി രൂപ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ട് കായിക മേഖലയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് ഈ രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, PM ഉഷ, മുഷ്ര സമദ്, M സുബൈദ, ബിന്ദു, മുഹമ്മദ് കുട്ടി, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.
പട്ടാമ്പി നഗരസഭയിലെ 17 ഇടങ്ങളിൽ മിനി മാസ് ലൈറ്റുകൾ പ്രകാശപൂരിതമായി. VK ശ്രീകണ്ഠൻ MP-യുടെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. പട്ടാമ്പി നഗരസഭയിലെ വിവിധ ഇടങ്ങളിൽ VK ശ്രീകണ്ഠൻ MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് സജ്ജമാക്കിയ മിനിമാസ് ലൈറ്റുകളാണ് നാടിന് സമർപ്പിച്ചത്. 17 ഇടങ്ങളിലാണ് മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങളിൽ നടന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 17 ലൈറ്റാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇതുപോലുള്ള ലൈറ്റുകൾ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നു. MP ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ സ്ഥാപിച്ച ഈ ലൈറ്റിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. വളരെ സുരക്ഷിതമായി ഈ പ്രദേശത്തുള്ളവർക്ക് സ്കൂളിൽ പോകാൻ, കുട്ടികൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നവര്, ജോലി സ്ഥലത്ത് പോകുന്നവര്, രാത്രി വൈകി വരുന്നവര്, എല്ലാവർക്കും ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് വെളിച്ചം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കണ്ടാക്കി മനസ്സിലാകും ഇത് എത്രത്തോളം ആവശ്യമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം. തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണയും ഇനിയും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചോദിക്കും ഈ ലൈറ്റ് എത്ര ദിവസം കത്തുന്നൊക്കെ ചോദിക്കും. അപ്പോൾ പലയിടത്തും മുമ്പ് അങ്ങനെയായിരുന്നു, ലൈറ്റൊക്കെ ആഘോഷപൂർവ്വം കത്തിക്കും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ലൈറ്റ് കെടും, പിന്നെ ആരും നോക്കേണ്ടാവില്ല. പക്ഷെ ഈ ലൈറ്റിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ലൈറ്റ് ഇന്നു മുതൽ ഇത് സ്ഥാപിച്ച കമ്പനി 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണി അവര് ചെയ്യണം എന്നുള്ള ഗ്യാരണ്ടി ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴെങ്കിലും ലൈറ്റ് പോയാൽ, കറണ്ട് ആണ്, മറ്റ് എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ ഉടനെ വിളിച്ചാൽ അത് ശരിയാക്കും. നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി, കൗൺസിലർ മുസ്തഫ, KT റുക്കിയ, C സംഗീത, KR നാരായണസ്വാമി, K ബഷീർ, CS സാജിദ്, പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, P വിജയകുമാർ, ആനന്ദവല്ലി, KR നാരായണസ്വാമി, ലബീബ, CS സാജിദ്, സേതൽവി വടക്കേതിൽ, മുനീറ ഉനൈസ്, CA റാസി, പ്രമീള, സുരേഷ്, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും വിവിധയിടങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്ത് സംസാരിച്ചു. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോൺ 2026 ലോഗോ പ്രകാശനം നടന്നു. പെരിങ്ങോട് ഹൈസ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രകാശനം നിർവഹിച്ചു. കേരളത്തിനകത്തും ലോകത്തൊക്കെ ലണ്ടൻ മാരത്തണുണ്ട്, മുംബൈ മാരത്തണുണ്ട്. അതിന് ലോകത്തൊക്കെ വളരെ വിഖ്യാതമായിട്ടുള്ള മാരത്തൺ നടക്കാറുണ്ട്. കേരളത്തിൽ ചെലവഴിക്കും. ഞാൻ 2-3 വർഷം മുമ്പോ 2026 ഫെബ്രുവരി 15-നാണ് റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ നേതൃത്വത്തിൽ ഹെറിറ്റേജ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാരത്തോണിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം മുൻ MLA അഡ്വക്കേറ്റ് VT ബൽറാം നിർവഹിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ മാരത്തോൺ പ്രചരണ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രസാദ്, TV നന്ദകുമാർ, A കുട്ടിനാരായണൻ, രവി മാരാത്ത്, കൃഷ്ണദാസ്, മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ലോഗോ ഡിസൈൻ ചെയ്ത സുധിൽ കുമാറിനെ ആദരിച്ചു. ചടങ്ങിന് MP മണി സ്വാഗതവും പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് നന്ദിയും പറഞ്ഞു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പ്രാദേശിക നേതാക്കൾ, സ്ഥാപന മേധാവികൾ, വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ ഫൺ ആൻഡ് ഫാമിലി റൺ, 3 കിലോമീറ്റർ ഹെറിറ്റേജ് വോക്ക് ആൻഡ് റൺ എന്നീ 4 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. 3 കിലോമീറ്റർ മത്സരത്തിനു തയ്യാറായി അഡ്വക്കേറ്റ് VT ബൽറാം ചടങ്ങിൽ വെച്ച് രജിസ്റ്റർ ചെയ്തത് ശ്രദ്ധേയമായി. മഹിളാ അസോസിയേഷൻ തൃത്താല വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ ശ്രീദേവി ശ്രീധരനെ അനുസ്മരിച്ച യോഗം നടത്തി. ചടങ്ങ് ജില്ലാ സെക്രട്ടറി സുബൈർ ഇസാഖ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VP റജീന, V ശാരദ, വിജയമ്മ, P വേലായുധൻ, P ദീപ, ശ്രീനിവാസൻ, ഉഷ തുടങ്ങിയവർ സംസാരിച്ചു.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എൽദോ മോർ ബസേലിയോസ് ബാവയുടെ 340 ഓർമ്മ പെരുന്നാളും ബാവയുടെ തിരുശേഷിപ്പ് വണക്കവും ഭക്തിസാന്ദ്രമായി. ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ഓർമ്മ പെരുന്നാൾ ആഘോഷം. ശനിയാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ സന്ദേശവും നൽകി. ആശീർവാദവും നേർച്ച വിതരണവും ഉണ്ടായി. ഞായറാഴ്ച രാവിലെ മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മോർ സ്തെഫാനോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയും പെരുന്നാൾ സന്ദേശവും നൽകി. തുടർന്ന് വെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണവും ഉണ്ടായി. മുത്തുക്കുടയേന്തിയും ബാവയോടുള്ള അപേക്ഷകൾ ചൊല്ലി നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ഇടവക ദിനത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർ, ഭദ്രാസന തലത്തിൽ വിജയിച്ചവർ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന പരിശുദ്ധ എൽദോ മോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളി മണികളടിച്ച് മെത്രാപ്പൊലീത്ത പേടകത്തിൽ നിന്നും പുറത്തെടുത്തു. ധൂപപ്രാർത്ഥനയും ആശീർവാദത്തിനു ശേഷം വിശ്വാസികൾ തിരുശേഷിപ്പ് വണങ്ങി നേർച്ചസദ്യയുമുണ്ടായി. വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പട്ടാമ്പി ഉപജില്ലാ സർഗോത്സവത്തിന് കാരമ്പത്തൂർ AUP സ്കൂളിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് സർഗോത്സവം നടത്തുന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പട്ടാമ്പി ഉപജില്ലാ സർഗോത്സവമാണ് കാരമ്പത്തൂർ AUP സ്കൂളിൽ നടക്കുന്നത്. 2 ദിവസങ്ങളിലായാണ് സർഗോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ അധ്യാപികയും ജോസഫ് മുണ്ടശ്ശേരി സ്മാരക അവാർഡ് ജേതാവുമായ സുധാ തെക്കേമഠം സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടെയാണ് വരുന്നത്. കാരണം അവർക്കറിയാം പങ്കെടുത്ത് പോകുമ്പോൾ ആരെയും വെറുതെ വിടുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അത് മതിയല്ലോ. പിന്നെ ഏതെങ്കിലും കൂട്ടത്തിൽ കുറച്ച് മെച്ചപ്പെട്ട ഒരാളെ അടുത്ത തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് കൊണ്ട് മാത്രം അവിടെ ചെറിയ രീതിയിൽ, എന്നാൽ മറ്റുള്ളവർക്കൊന്നും അത് അനുഭവിക്കുന്നില്ല. അവരാരും ആ ഒരു സമ്മർദ്ദമൊന്നും അനുഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിദ്യാരംഗം. ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഈ കലാപരിപാടി ഇല്ല, വിദ്യാരംഗമില്ല, അതിൻ്റെ സർഗോത്സവങ്ങളുമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളെ പെറുക്കിയിട്ടൊരു സ്കൂളിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി കൃത്യം 1 മണിക്കൂറിനുള്ളിൽ ഒരു വിഷയം തന്ന് അനങ്ങന്മലയെക്കുറിച്ച് കവിത എഴുതാൻ പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ജനലിൽ കൂടെ നോക്കി അനങ്ങന്മല കാണുന്നുണ്ടെന്നല്ലാതെ ഒരു വരി എഴുതാൻ തോന്നണ്ടേ? എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ എഴുതി എണീറ്റ് പോകുന്ന എന്നെ ഞാനെപ്പോഴും ഓർക്കാറുണ്ട്. അപ്പോൾ എഴുത്താണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ ഒരിക്കലും ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ ആർക്കും എത്ര കഴിവുള്ള ആളാണെങ്കിലും അവരുടെ മികച്ചൊരു കലാസൃഷ്ടിയൊന്നും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ തടമാഷ് പറഞ്ഞ ആ ഒരു ആർപികളെ കുറിച്ചാണ് ശ്രദ്ധിച്ചു കേട്ടത്. സ്കൂൾ PTA പ്രസിഡന്റ് വി ജയൻ അധ്യക്ഷനായിരുന്നു. വിദ്യാരംഗം കോർഡിനേറ്റർ തടം പരമേശ്വരൻ വിശദീകരണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപകൻ PM പ്രദീപ്, പട്ടാമ്പി BPC VP മനോജ്, K പരമേശ്വരൻ, സബിത, ലിഷ സുരേഷ്, KP ദിലീപ്, K റസിയ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വൈഷ്ണവ് കല്ലാറ്റയുടെ വയലിൻ സോളോയും ഉണ്ടായി. ആദ്യ ദിനത്തിൽ കഥ, പുസ്തകാസ്വാദനം, ചിത്രം, അഭിനയം എന്നിവയിൽ ശില്പശാല നടന്നു. ചൊവ്വാഴ്ച സർഗോത്സവം സമാപിക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ 47 വർഷമായി ഭഗവതിയുടെ പ്രതിപുരുഷനായിരുന്ന വെളിച്ചപ്പാട് ശിവശങ്കരന്റെ വിയോഗത്തിൽ അനുസ്മരണം നടത്തി. ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്ര മൈതാനത്ത് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. മൗനപ്രാർത്ഥനയ്ക്കു ശേഷം മുൻ ഗുരുവായൂർ മേൽശാന്തി കാപ്ര അച്യുതൻ നമ്പൂതിരി നിലവിളക്കിൽ തിരിതെളിയിച്ച് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് ആദ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി തയ്യാറാക്കിയ വെളിച്ചപ്പാടിന്റെ ഫോട്ടോ കാപ്ര അച്യുതൻ നമ്പൂതിരി പ്രകാശനം നടത്തി മകൻ പ്രസാദിന് കൈമാറി. പ്രവാസിയായ പ്രിയൻ പോർക്കുളം വെളിച്ചപ്പാടിനെക്കുറിച്ച് എഴുതിയ കവിതയും പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KK മുരളി അധ്യക്ഷനായി. പൂമുള്ളി നാരായണൻ നമ്പൂതിരി, കോട്ടൂർ വാസുദേവൻ നമ്പൂതിരി, വേങ്ങാട്ടൂർ വാസുദേവൻ നമ്പൂതിരി, തത്താണത്ത് നാരായണൻ നമ്പൂതിരി, KPS ഉണ്ണി, ഗോവിന്ദൻ കണ്ണാലത്ത്, വെളിച്ചപ്പാടിൻ്റെ മകൻ പ്രസാദ്, കേരള ഫെസ്റ്റിവൽ തൃത്താല മേഖല എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണിക്കുട്ടൻ കരിക്കാട്, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് സ്വാഗതവും ട്രഷറർ സുഷിയാലിക്കര നന്ദിയും പറഞ്ഞു. നിരവധി ഭക്തജനങ്ങൾ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ കാൽപ്പാടുകൾ തേടി കവിയുടെ മക്കളും നാട്ടുകാരും നടത്തിവരുന്ന യാത്ര പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെത്തി.
കവിയുടെ ജന്മനാട്ടിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. സമസ്ത കേരളം PO എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാകവി P. കുഞ്ഞിരാമൻ നായർ ജീവിതകാലത്ത് കവിത തേടി അറിഞ്ഞു നടന്ന നാടുകളിലൂടെയാണ് കവിയുടെ മക്കളുമൊത്ത് നാട്ടുകാർ യാത്ര നടത്തുന്നത്. കവിയുടെ 90 പിന്നിട്ട മക്കളും നാട്ടുകാരും സഹൃദയരും ചേർന്നാണ് കവിയുടെ ജന്മനാട്ടിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. യാത്ര പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലും എത്തി. കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ പെരുമുടിയൂരിലും തുടർന്ന് പട്ടാമ്പി കോളേജിലും സംഘം സന്ദർശനം നടത്തുകയായിരുന്നു. എഴുത്തുകാരും കലാകാരന്മാരും അധ്യാപകരും അടങ്ങുന്ന സഹൃദയ യാത്രാ സംഘത്തിനൊപ്പമുണ്ട്. കവിയുടെ മകൻ V. രവീന്ദ്രൻ നായരുടെ നേതൃത്വത്തിലാണ് യാത്ര. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും യാത്ര പര്യടനം നടത്തി. ഞങ്ങളത് അനുഭവിക്കുകയായിരുന്നു. ആ രീതിയിലുള്ള കാവ്യാനുരാഗമുണ്ട് അച്ഛനോടുള്ള ഒരു മകൻ ഇങ്ങനെ പൂർണ്ണമായിട്ട് അച്ഛന് വേണ്ടി ഇങ്ങനെ നിലകൊണ്ട മകൻ അങ്ങനെ വളരെ അപൂർവമാണ്. കാരണം കവിതയിൽ സാഹിത്യത്തിൽ ഇല്ല എന്ന് പോലും പറയാം. തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രത്യേക രവിയേട്ടനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കൂടാളി ഹൈസ്കൂളിൽ രവിയേട്ടൻ പഠിച്ചിരുന്നു. പക്ഷേ എല്ലാവർക്കും മിഠായി കൊടുത്ത കവി മിഠായി കൊടുക്കാത്ത ഒരാൾ പിന്നെ രവിയേട്ടനാണ്. രവിയേട്ടനെ അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ രവിയേട്ടനോടുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ് ഒരു കവിത രവിയേട്ടന് പ്രത്യക്ഷമല്ലെങ്കിൽ പോലും രവിയേട്ടന് വേണ്ടി എഴുതിയിട്ട് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എല്ലാം അവനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. കന്യാസ്ത്രീ കൊണ്ടുപോയ വീടാണ് വേണ്ട. അപ്പം അങ്ങനെ ആ വീട്ടിന് മുമ്പിൽ വെച്ച് പുറത്ത് കൂടാളി പോയി കവി ഒരു വർഷം ഏറ്റവും ജീവിതത്തിൽ കൂടാളി സ്കൂളായിരിക്കാം. ഏറ്റവും പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടാളിയായിരിക്കാം. ഈ രണ്ട് സ്ഥലങ്ങളും കുടുംബങ്ങളൊക്കെ പോയി കുടുംബങ്ങൾ ഒരുപാട് കവിയുടെ വർണ്ണയുണ്ട്. അതൊക്കെ കണ്ട് അത് പട്ടാമ്പി വന്നപ്പോഴാണ് കവിയുടെ ശരിക്കുള്ള നാടെന്ന് പറയുന്നത്. റോഡ് കുഴിച്ചതിന്റെ 1ാം വാർഷികം കേക്ക് മുറിച്ച് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. തൃത്താല മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രതിഷേധം നടത്തിയത്. തൃത്താല മട്ടായ മുടുവന്നൂർ റോഡിൽ ജനൽജീവൻ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്ത് 1 വർഷമായിട്ടും അധികൃതർ റോഡ് ഗതാഗത യോഗ്യമായില്ലെന്ന് ആക്ഷേപം. കാൽനടയാത്രക്കാരുടെ കാര്യം പോലും പരിതാപകരമാണ്. തൃത്താല ഗ്രാമപഞ്ചായത്തിലൂടെ മാത്രം കടന്നുപോകുന്ന മുടുവന്നൂർ മാട്ടായ വട്ടൊള്ളി ലിങ്ക് റോഡുകളുടെ പുനരുദ്ധാരണം സമയബന്ധിതമായി ചെയ്തിട്ടില്ല. വാട്ടർ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പിന്റെയും പദ്ധതികളെ ഏകോപിപ്പിക്കുന്ന തൃത്താല പഞ്ചായത്ത് ഭരണസമിതി യഥാസമയം നിർമ്മാണം പൂർത്തിയാക്കാനായി ഒന്നും ചെയ്തില്ലെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ജനദ്രോഹ പരിപാടികളുമായി മുന്നോട്ടു പോകുന്ന പഞ്ചായത്ത് ഭരണസമിതികളോടുള്ള പ്രതിഷേധ സൂചകമായാണ് റോഡ് കുഴിച്ചതിന്റെ 1ാം വാർഷികത്തിൽ കേക്ക് മുറിച്ചത്. പ്രതിഷേധം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM നെഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. VS സുമേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ M മണികണ്ഠൻ, PK അപ്പുണ്ണി, PM മോഹൻദാസ്, E റാണി, ഫസലുൽ ഹക്ക്, TT അബ്ദുള്ള, ഉമ്മറലി, വിഷ്ണു, സലീം M തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള എല്ലാ സമീപനങ്ങളുമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ളത്. കോടതിയിൽ അവസാനം അവർ പറഞ്ഞത് സെപ്റ്റംബർ മാസം 30-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾ ഈ റോഡിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചുകൊണ്ട് റോഡിന് നടുക്കിലൂടെ പൈപ്പിട്ട് ഭാഗങ്ങളിൽ മെറ്റലിട്ടുകൊണ്ട് റോഡിന്റെ വെച്ച് അമർത്തി അതിനുശേഷം നല്ലൊരു വിധത്തിലുള്ള PMDC റോഡ് സമർപ്പിക്കും, നാടിന് വേണ്ടി സമർപ്പിക്കും. അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്തും MLAയുമാണെന്നാണ് അവർ കോടതിയിൽ സമർപ്പിച്ചത്. സെപ്റ്റംബർ മാസം കഴിഞ്ഞ് ഇന്ന് ഞാൻ നിൽക്കുന്നതും നമ്മളെല്ലാവരും കാണുന്നതും ഒക്ടോബർ മാസം 5-ാം തീയതിയാണ്. ഈ 5-ാം തീയതി ഞാൻ കൊണ്ടുവന്നു അതേപോലെ തന്നെ തുടരുന്നു. അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കോടതിയിൽ പറയുന്നത്. ഇതോടെ നിഴൽ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.